പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് എൻ്റെ ഒരു മുൻ അനുഭവമായിട്ട് വരേണ്ടത് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവ് നൽകുന്ന സന്തോഷമാണ്. കാര്യം ഉടമ്പടി പോലെ ഇന്നത്തെ കാലത്തെ ഇതൊരു കാലഘട്ടത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. പലതരത്തിലുള്ള വ്യാകുലങ്ങളിലെ വെന്ത് നീറുന്ന മനുഷ്യനെ പെട്ടെന്ന് ദൈവവുമായി ഇടപെടാനും ദൈവത്തെ ആ വിഷയത്തിൽ ഇടപെടുത്താനും ബൈബിൾ നൽകുന്ന സുനിശ്ചിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഈ സുനിശ്ചിതമായ പദ്ധതി കൃപാസനത്തിൽ എൻ്റെ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അത് മരിയൻ ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാം. മറ്റ് സാധാരണ ഉടമ്പടിയേക്കാളും കുറച്ചുകൂടി പ്യൂരിഫൈഡാണ്, കുറച്ചുകൂടി ട്രയൽ ആൻഡ് എററെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൂവൻ ഫാക്റ്റാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാധാരണ ഉടമ്പടിയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാൻ ദൈവ കൃപ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാവുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി ഞാൻ ജീവിതം പുനഃക്രമീകരിച്ചു കൊള്ളാവുന്ന നമ്മൾ ദൈവത്തോട് പറയുന്നു. ചിലരത് സാങ്കേതികമായിട്ട് പറയും, ചിലർ സത്യസന്ധമായിട്ട് പറയും, ചിലർ വളരെ ഗൗരവമായിട്ട് പറയും. അത് ഓരോരുത്തർ എടുക്കുന്ന ഉടമ്പടിയുടെ ഒരു മൈൻഡ് സെറ്റാണത്. ചിലർ ഒക്കുമായിരിക്കും, ഒക്കണേ കൊള്ളാം, ദൈവത്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞെടുക്കും, അവരുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം തന്നെ. ചിലർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്, ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, ഇതെൻ്റെ അവസാനത്തെ ഒരു നടപടിയാണ്, ഇതിൽ ദൈവം എന്നെ സഹായിക്കും, കാരണം ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ജീവിക്കും. അതാണ് കറക്റ്റ് പോയിൻ്റ്. ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി, ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ്, എനിക്കിതിനേക്കാൾ വലുതൊന്നും അറിയത്തില്ല, ഞാൻ വളരെ കർക്കശമായ രീതിയിൽ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തും എന്ന് പറഞ്ഞ് എൻ്റെ വിശ്വസ്തതയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും. ചില ആൾക്കാർ മരുന്നെടുക്കത്തില്ലേ, മരുന്നെടുക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറിയില്ലെങ്കിൽ വന്നാൽ 1.5 കഴിച്ചേക്കാം, എങ്ങനെ പൂട്ടത് വിചാരിക്കും. പക്ഷെ അത് മരുന്ന് നമുക്ക് ഓവർഡോസ് എടുക്കുന്നത് അപകടം വരും. പക്ഷെ ഉടമ്പടിയിൽ ഓവർഡോസ് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. മരുന്ന് നമുക്ക് ഒരു പനി മാറത്തില്ല. ഞാൻ ഈ പാരാസെറ്റമോൾ രാവിലെയും കഴിച്ചാണല്ല, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരെണ്ണം കഴിക്കും. അതുകൊണ്ട് ഇനി ഇത് മാറിയില്ലെങ്കിൽ എന്നാൽ 1.5 കഴിച്ചേക്കാം, ഒരു 5 mg കൂടി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും മരുന്ന് ഓവർഡോസ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് കേടാണ്, വിഷമായിട്ട് പോയ്സണായിട്ട് മാറും. പക്ഷെ ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയുടെ ഓവർഡോസാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സത്യസന്ധതയുടെ ഒരു പ്രകടനമാണത് ഓവർഡോസ്. അത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ബുദ്ധിയുണ്ട്. കാര്യം ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ഓവർഡോസിലാണ് വരുന്നത്. എന്താണ് 5:46 എടുത്തേ, 5:46 മത്തായിയുടെ സുവിശേഷം. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, പറഞ്ഞ്
നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. സാധാരണ നോർമൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുധാരികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതം ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും, എന്നെ അറിയാത്ത മനുഷ്യർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതിന് വാട്ട് ഈസ് യുവർ റെലവൻസ് എന്ന് ചോദിക്കൂ. എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത്, പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും. എക്സ്ട്രാ ക്ലെയിം, വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം എന്താ ചോദിക്കണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ വാക്യമാണത്? ഇതിൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 5:46-47. വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ? അതാണ് പ്രശ്നം. ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയണത്, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരും. എവിടെ വരാൻ? പിന്നെ നിൻ്റെ ഈ നാക്കിട്ട കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ? അതാണ് ബൈബിൾ പറയണത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കർണക്കൊന്ത 101 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷപാഠം 30 പ്രാവശ്യം ചൊല്ലി. വിശേഷവിധിയായി ചൊല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ്. ഉടമ്പടി സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ് ചെയ്യുന്ന പദ്ധതിയാണ്. ദൈവികമായ ശുശ്രൂഷ ചെയ്യണം. ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഇന്ധനങ്ങൾ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 ക്വാളിറ്റി വേണം, 3 കപ്പാസിറ്റി വേണം. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്ലിയർ അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. സ്നേഹമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും. അതല്ല. ബൈബിളിലെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനെന്ത് കുമ്പസാരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തോ വട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുമ്പസാരിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശാച് വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയാം, ബട്ട് ധ്യാനഗുരുക്കന്മാരുടെ വരുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്യത്തിൻ്റെ മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാൽ പ്രശ്നം. നിങ്ങൾ ഉടനെ കയറി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസാണ് പറഞ്ഞത്. അതല്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം. ദൈവസ്നേഹം, ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും. ഇനി ദൈവസ്നേഹം ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും, പക്ഷേ നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാർ പറയല്ലേ, എനിക്ക് രാത്രിയാണ് ചുമ, രാവിലെ ഞാൻ ഓക്കെയാണെന്ന്. എനിക്ക് രാത്രിയാണ് ചുമ വരണത്, രാവിലെ ഞാൻ ഓക്കെയാണെന്ന് പറയും. ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ്. രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ പകൽ നീ അറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. പകൽ നീ അറിയുന്നില്ല. പകൽ അറിയാണെന്ന് അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ
പരിശുദ്ധാത്മ ഉണ്ടെങ്കിലല്ല, പരിശുദ്ധാത്മ എല്ലാവരിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത്? കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം ചില പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൈയും കാലും അനങ്ങത്തില്ല. എന്താ കാര്യം? സിക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയും പരിശുദ്ധാത്മാവിനെ നിർവീര്യം ആക്കരുത്, അല്ലേ? തെസ്സലോനിയൻസ് എടുത്ത് 1 തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. ബൈബിള് ചോദിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇങ്ങനെ തുറന്ന് കിടക്കത്തില്ല. തുറന്ന് കിടക്കുന്നത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന് പൂട്ടും താക്കോലൊന്നും ഇല്ലല്ലേ? ബൈബിളിൽ പൂട്ടും താക്കോലും ഉണ്ട്. അതിങ്ങനെ തുറന്ന് മലന്ന് കിടക്കത്തില്ല. മുട്ടുവിൽ നിങ്ങൾക്ക് അതാ തുറക്കപ്പെടും. നമ്മൾ ബൈബിളിൻ്റെ പല വചനങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ബൈബിൾ വായിച്ചേക്കാം, അരമണിക്ക് ബൈബിൾ വായിക്കണം എന്നല്ല പറഞ്ഞത്, വായിച്ചേക്കാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല. ഫസ്റ്റ് നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണെന്ന് നിങ്ങളൊരു ഓർമ്മ വരുത്തണം. രണ്ടാമത് വായിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത് കയ്യിലെടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. കാര്യം പഴയ നിയമമല്ല, പുതിയ നിയമം. പുതിയ നിയമത്തിലെ ഓരോ വാക്കും അങ്ങേരുടെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ ശക്തമുള്ള വചനങ്ങളാണ്. കാര്യം അതിനെല്ലാം അങ്ങേര് രക്തം ചിന്തിയിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. പഴയ നിയമം വായിക്കണ പോലെ പുതിയ നിയമം വായിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം വായിക്കണമെങ്കിൽ മുട്ട നിന്ന് വായിക്കേണ്ടി വരും. പഴയ നമുക്കത് നിന്ന് വായിക്കാം. യഹൂദന്മാരെല്ലാം നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്ത്യാനി മുട്ട നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ യവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ മുട്ടയിൽ നിൽക്കും. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്, തിരുവിലാവിൽ മുറിവേറ്റവനാണ്, മുൾക്കിടം ചൂടിയവനാണ്, നിൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നീ വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വാതിൽ ഈ ഉള്ളവന് വേണ്ടി തുറന്നു തരണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചോണ്ടേ. ചെറുത്തലേ ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധം ഉണ്ടായാൽ മാത്രം അത് രക്ഷപ്പെടാൻ. കാര്യം രക്ഷ എന്നൊക്കെ പറയണത് നിൻ്റെ ജീവിതം ഒരു നിമിഷം. ദൈവവേദനെ നീ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കണത്. നീ വന്നതല്ല വിളിച്ചതാണെന്ന് ഓർത്താൽ മതി. എന്താണ്? വന്നതല്ല, എന്നെ വിളിച്ചതാണ്. സ്വരത്തിൽ പറഞ്ഞേ. വന്നതല്ല, വിളിച്ചതാണ്. ഞാൻ വന്നതല്ല, എന്നെ വിളിച്ചതാണ്. ഞാൻ വന്നതല്ല, എന്നെ വിളിച്ചതാണ്. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. വിളിച്ചു ചേർത്തതിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം
ഇത് പാടുക. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. Praise the Lord. Praise the Lord. എൻ്റെ മക്കളുടെ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനകോടികളെ അനുഗ്രഹിച്ച സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒന്ന് പറഞ്ഞ്, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനലക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കണ്ണീർ തുടച്ച സ്ഥലം. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട്, നിന്റെ പരിപാലനെ ഓർത്തുകൊണ്ട്, എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ഈ നിമിഷം എന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓ ഈശോയെ, ദിവ്യ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലെ പൂർണ്ണമായി നൽകിക്കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും, ഞാൻ അങ്ങയെ ആരാധിക്കും, എനിക്ക് നന്ദി പറയുന്നു. ഓ നന്ദി ഈശോയെ, ഓ ആരാധന, ഓ ദൈവമേ, ഓ സത്യമേ, ഓ സ്നേഹമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ബെർഹിംഹാമിൽ ഒരു ധ്യാനം നടത്തി. ആ ധ്യാനം നല്ല ശക്തമായ അഭിഷേകമുള്ള ധ്യാനമാണ്. 12,500 പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റെയിൽസ്ഫോർഡിൽ വന്ന് ധ്യാനം നടത്തി. സ്റ്റെയിൽഫോർഡ് ഒരു വലിയ ആശ്രമമാണ്, 10 ഏക്കറുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബന്ധിഞ്ഞ് കൊടുത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ആ പുഴയുടെ ഓരങ്ങളിലെല്ലാം നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അവിടെ 700 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല അകലയിൽ നിന്നൊക്കെ വരണമായിരുന്നു ആൾക്കാർ. 700 പേര് മതിയായിരുന്നു ശരിക്കും. അതൊരു പള്ളിയാണ്. പക്ഷേ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. മറ്റത് സ്റ്റേഡിയത്തിലാണ് നടത്തിയത്, ഇതൊരു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിലാണ് നടത്തിയത്. ഇതിൻ്റെ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനേക്കാളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വചനങ്ങളെല്ലാം മാറി, ഭജനങ്ങളുടെ രീതികൾ, പ്രസൻറ്റേഷൻ്റെ രീതികൾ മാറി, ആൾക്കാരുടെ അനുഭവതലങ്ങൾ മാറി, അഭിഷേക ലെവൽ മാറി, മൊത്തം മാറി. അതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് ദൈവം നൽകിയ, രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി വന്നിരിക്കുന്നത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സഡൻ ഉടമ്പടി വന്നതല്ല. ഇപ്പം നവീകരണ ധ്യാനം എന്നുണ്ട്, അത് ജീവിതം നവീകരിക്കാനുള്ളതാണ്. വളർച്ചാ ധ്യാനമുണ്ട്, വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാനുള്ളതാണ്. ആന്തരിക സൗഖ്യദാനമുണ്ട്, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികളെല്ലാം സുഖപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ജീവനുള്ള ജീവിതം, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ്,
പ്രാർത്ഥനാനുഭവ ധ്യാനമുണ്ട്, തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ളതാണ്. പിന്നെ എന്താണ്? വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഉടമ്പടി ധ്യാനമുണ്ട്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള വലിയ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് പിതാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി ധ്യാനം എന്തിനുള്ളതാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. ഇപ്പോൾ ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ് വാഗ്ദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് പഴയത് ഞാൻ ആവർത്തിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് ബോറടിക്കരുത്. പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്ന് കൈപോക്കിക്ക് കുറച്ച് പേരുണ്ട്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഞാൻ പഴയ സിലബസ് ഞാൻ മനഃപൂർവ്വം എടുക്കണമല്ല, കർത്താവ് ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോരോ സാധനം പറയിപ്പിക്കണതാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അനുദിന ജീവിതവും നിത്യജീവിതവും അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് പുഷ്കലമായിട്ട് വളരുന്നതിന് വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്യാപ്സ്യൂളാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെയിം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹിം വയസ്സായിപ്പോയി. ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാതെ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സിലേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ, ജോലി കിട്ടട്ടെ, വരട്ടെ, ജോലി കിട്ടട്ടെ എന്ന് പറയും. നീട്ടിക്കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നര വരും. അവൻ പറയും, അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ വല്യമ്മ എന്തിനാ കോളേജിൽ വരണമെന്ന്? കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വല്യമ്മ നരച്ച് വരും. അപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. അപ്പോൾ താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങളെ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ? സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്ന മോശസിനോട് പറയും, വാഗ്ദാനം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ്റെ അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത് ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്ത്. 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം, അത് ടൈം ബൗണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇച്ചിരി പറയുക, ചൂടോടെ കഴിക്കണമെന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല.
ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനെയാണ് മരിയൻ കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത്. മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റെ അത് അഡ്രസ്സ് ചെയ്യണത്. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയം ആയിട്ടില്ല. ഇപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത്. എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കണതിന്? നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വെയിറ്റിംഗ് ഷെഡല്ല, വാതിലില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെഡല്ല. അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട്. ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്നാൽ ഈ 2000 കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ. അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാ അച്ഛന്മാരും പറയണതാണ് അല്ലേ? എല്ലാവരും നമ്മൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുനാൾ മുതൽ കേൾക്കണതാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞ വെള്ളം കോരി ഒഴിച്ചെന്ന് പറയും. അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ്, രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന്. അപ്പോൾ പറഞ്ഞ മോനെ അങ്ങനെയല്ല, ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല, ഈശോ പറയണവർ ജീവിക്കാനാണ് പറഞ്ഞത്. ഈശോ പറയണവർ ജീവിക്കാൻ. അതാണ് ടൈം ഷോർട്ട് ചെയ്യണത്. സമയമായില്ല എന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? എന്താ പറയണത്? ഉടമ്പടി പറയുന്നത് നിങ്ങളോർക്കും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിടണത്, അങ്ങനെ എന്ത് പരിപാടിയാണ്? അതല്ല. ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവതിരുസന്നിധി പറയണത്. എന്താ പറയണത്? ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാവുന്ന. ഇപ്പം ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവദേശം ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്തും ഉടമ്പടി നിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് അപ്പം ഒരു വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ, വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്, വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി, പിന്നെ നോ ടൈം, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ്. അതിപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മാതാവിൻ്റെ ദർശനം പ്രദക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക്, വിശ്വാസത്തിൻ്റെ വിളക്ക്, പ്രത്യാശയുടെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കും. കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസ്നേഹം കത്തിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും. ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കൈയും കാലം കഴുകി എഴുന്നേക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല ഉടമ്പടി. അത് ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പ്രഖ്യാപനം മുതൽ ഉടമ്പടി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന
ദൈവനാമത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിയൻ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത് 2000 കൊല്ലങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്താണ്? ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത്. എബ്രാഹത്തിന് 25 കൊല്ലം എടുത്ത് മകനെ കിട്ടാൻ, മോസസിന് വാഗ്ദാന നാൾ പ്രാപിക്കാൻ. അപ്പോൾ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായിപ്പോയി. ഇസ്രായേൽ ജനം വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോസസ്, അത് കൊണ്ട് നടന്ന മോസസ് മരിച്ചുപോയി. അപ്പം സമയം നിസ്സാര കാര്യമല്ല, സമയം ഭയങ്കര വില്ലനാണ്. സമയം നേരത്തെ നടക്കണം. അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരിയൻ ഉടമ്പടി. വല്ലാണ്ടങ്ങ് നീണ്ടുപോണ സമയത്തെ പിടിച്ചു നിർത്തും മരിയൻ ഉടമ്പടി. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലേ ലിസി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷിയായിരുന്നു. ഇപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വിദേശ ധ്യാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. വിദേശ ധ്യാനങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധ്യാനം പോലെ ചിട്ടയും കൗൺസിലിംഗും ഒന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങളെല്ലാം നടക്കും. അതിൻ്റെ അവിടെ പരിമിതികളനുസരിച്ച് നടക്കും. കാര്യം ഇവിടെ നമ്മൾ 76 മെമ്പേഴ്സിനെ വെച്ചാണ് ഇവിടെ ഉടമ്പടി ധ്യാനം നടത്തുന്നത് കേരളത്തിൽ. നമ്മുടെ കൃപാസനത്തിൽ കൗൺസിലേഴ്സിന് 9 പേരുണ്ട്. 9 പേരെ വെച്ചാണ് ഈ 300 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണത്. അപ്പം ഇതിനുള്ള സൗകര്യമൊന്നും, ഇപ്പം ഞാനും വിജയകുമാറുമാണ് മോളിൽ അവിടെ പോകുന്നത്. ഒരാൾ പോകുമ്പോൾ തന്നെ 10 ലക്ഷം 12 ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് സാഹചര്യങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റഡ് സാഹചര്യം ഉള്ള കാരണം ഞാൻ ഉള്ള എല്ലാവരെയും കാണും. അതാ ഇവിടെ കാണാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ചൻ്റെ പേര് പഠി. ഇപ്പോൾ സേഫ്ബോളിൽ ഞാൻ 700 പേരെയും കണ്ട്. അവിടെ ബെർഹാവിൽ 2400 പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 1400 പേരാണ് ഉടമ്പടി എടുത്തത്. 1400 പേരെയും ഞാൻ കണ്ടു. സന്ധ്യ ആയാലും നിന്ന് കാണും ആൾക്കാരാ. അതതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യം എനിക്കറിയാം അവരുടെ കൗൺസിലിംഗ് ഒന്നും ശരിയായി കാണത്തില്ല. അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവരുടെ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സാക്ഷ്യം പറഞ്ഞത് ലിസി ഒരു നേഴ്സാണ്. ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ്. ഇവർ 18 വർഷത്തിന് മുമ്പ് 2005 മറ്റേ നഴ്സിംഗ് പാസ്സായതാണ്. അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രംപ് പൂട്ടി വരികയല്ലേ സംഭവം. അപ്പം അതുകൊണ്ട് ഇവർക്ക് പക്ഷേ പോകാനൊത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ്. അവിടെ ഒരു വിസ കിട്ടുക, അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, PR കിട്ടുക, ഗ്രീൻ കാർഡ് കിട്ടുക, അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലേ വരത്തുള്ളൂ. 10 ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷൻ കറക്കിയിട്ട് ഒരാൾക്കൊക്കെ വിസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതിനകത്ത് പരാജയപ്പെട്ട് ഇവർ പിന്മാറി. ഇവർ കാനഡയ്ക്ക് കിട്ടി. കാനഡയൊക്കെ ഈ അടുത്ത കാലത്താണ് തുറന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ്. ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്നു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പം നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയില്ല. കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും. അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇവർ സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത്. ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല. ഞാൻ പോണതെല്ലാം സമ്മറിലാണ് പോണത്. അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -30 എന്ന് വെച്ചാൽ
നമ്മുടെ കൈ ഉറ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലൊടിച്ച് കളഞ്ഞാൽ മതി. അത്രയും തണുപ്പാണ്. ആൾക്കാർ ഫിൻലൻഡിൽ പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അത്രയും പെയിൻഫുള്ളാണ് ജീവിതം. കിട്ടണ കാശ് മുതലാകത്തില്ല. അവർ ടാക്സ് അടിക്കും. 40% ടാക്സാണ്. പിന്നെ എന്താ വീട്ടിലോട്ട് അയക്കണത്? 40%, 100 രൂപ കിട്ടിയാൽ 40 രൂപയും കൊണ്ട് ഗവൺമെൻറ് പോയിട്ട്. ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല. ഉള്ളത് നമുക്ക് തരും, വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല, വണ്ടി വിടാൻ പറയും. നിൻ്റെ 3 കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ, പാക്ക് ചെയ്യുമവർ. അമേരിക്ക പാക്ക് ചെയ്യത്തില്ല. അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തുമവർ. അപ്പം പല ജീവിതത്തിനും പല പല പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചവരായതുകൊണ്ടും കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലതാണ്, പോകുന്നത് നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയണത്, ഈ ലിസി അവിടെ താമസിക്കുകയാണ്. 14 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ് കാനഡയിൽ. അപ്പോൾ ലിസിക്ക് ഒരാഗ്രഹമുണ്ട്, അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല, എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം, പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം. അതിനൊരു റൈറ്റാണ് നമ്മുടെ. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ജോലിയിൽ അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളല്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും. ഇവർക്കിപ്പോൾ 40 വയസ്സായി. അപ്പോൾ അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡയിൽ ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം ടൊറൻറ്റോയിലും എൻ്റെ അപ്പുറത്തും ഗെത്സെമിനിൽ, അവിടുത്തെ ഗെത്സെം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ 10,000-3000 പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അവിടെ ചെല്ലുമ്പോൾ ലിസി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 5 സെക്കൻഡാണ് കിട്ടണത്. 5 സെക്കൻഡ് കിട്ടി. ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത്. അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത്. ആ പുസ്തകം ഒക്കെ പറിച്ച് കീറി കളഞ്ഞതാണ്. ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോൻ്റെ വടി ക്ലിർക്ക് എന്നും പറഞ്ഞൊരു പ്രോസസ്സ് ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലേ അതേ ഉള്ളു. എനിക്കറിയാമല്ലോ, വാഗ്ദാനപ്പെടുന്നത് 3 സബ്സ്റ്റൻസാണ് ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, ആകാശ മന്ന നിറച്ച കലശം, കുടം, പാത്രം. രണ്ടാമത്തേത് എന്താണ്? കർത്താവിന് മോസസിന് കൊടുത്ത വചനങ്ങൾ. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ഈ അഹ്റോൻ്റെ തളർത്ത വടി. അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. നമ്മുടെ പച്ച മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ്? നിൻ്റെ സ്വപ്നങ്ങൾ പൊരിഞ്ഞ് കരിഞ്ഞു പോയതിനെ വീണ്ടും കർത്താവ് തളർപ്പിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ ആരാധന ഒരുമിച്ച് എല്ലാവരും ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എബ്രായർ 9-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. 2-ാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകം. അതെ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. അഹ്റോന്റെ തളർത്ത വടി എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പൗരോഹിത്യത്തിനെ മോസസിന്റെ വൈഫ് ചോദ്യം ചെയ്ത്, അതാണ് പ്രശ്നം. ടേക്ക് ദാറ്റ് പാസേജ്. എന്താ അഹ്റോന്റെ കഴിവുകൾ തനിക്ക് ഉണ്ട്. ദൈവം അഹ്റോനോട് മാത്രമല്ല തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ശുശ്രൂഷയിൽ ഒരു മേൽഗതി കിട്ടാൻ വേണ്ടി മോസസിൻ്റെ വൈഫ് പാളയത്തിൽ പടയുണ്ടാക്കി. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനായി. അപ്പോൾ മോസസ് പറഞ്ഞു, ഓക്കെ, നിനക്ക് കൺകറൻസ് ഉണ്ടോ ഇല്ലയോ, അഹ്റോനുള്ളതുപോലെ കൺകറൻസ് മോസസിൻ്റെ വൈഫിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നമുക്കൊരു പരീക്ഷണം നടത്താം, കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ഓരോ വടി വെട്ടി ഉണക്ക വടി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ നമുക്ക് കൂടാരം അടക്കണം. രാവിലെ കൂടാരം തുറക്കുമ്പോൾ ആര് വെച്ച വടിയാണ് തളർത്തതെങ്കിൽ അവനാണ് കർത്താവിൻ്റെ അംഗീകാരമെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സംഖ്യായുടെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അപ്പോൾ ഒരു ദൈവികമായ നടപടിക്രമമാണത്. ജീവിതം കരിഞ്ഞുണങ്ങിപ്പോയ സംഭവമായിരിക്കാം, പക്ഷെ ദൈവം വന്ന് തൊടുമ്പോൾ ഇത് തളർത്ത് വരും. ആ ഒരു കോൺസെപ്റ്റിലാണ് നാം പച്ച മെഴുകുതിരി കത്തിക്കണത്. ബദാം ഉണങ്ങിയ പടി ദൈവം തൊട്ട് ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ജോലി ഇഷ്ടാതെ നീണ്ടു പോയി, കല്യാണം ഒത്താതെ നീണ്ടു പോയി, മക്കളില്ലാതെ നീണ്ടു പോയി, അങ്ങനെ കരിഞ്ഞുപോയി, സ്വപ്നങ്ങൾ കരിഞ്ഞുപോയി. അതിനെ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ഈ ജീവിതത്തെ അങ്ങ് തൊടും. അപ്പോൾ എന്തു ചെയ്യും? ഇത് അതുകൊണ്ടാണ് 22 കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവരൊക്കെ എങ്ങനെ മക്കളെയും കൊണ്ട് വരുന്നത് ഉടമ്പടി കഴിയുമ്പോൾ? ഈ മക്കൾ എവിടെയായിരുന്നു? 22. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് കർത്താവിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലേക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഞാൻ 92 തുടങ്ങിയതാണ്. അന്ന് മുതൽ ധ്യാനമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ ധ്യാനം തുടങ്ങിയത് 2000-ലാണ്. 2000 തൊട്ട് 2016 വരെ ഉടമ്പടി വരണം 2016-ലാണ്, 15-ല്. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ ധ്യാനം നടക്കൊണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമായിരുന്നു. അത് 6 കൊല്ലം 7 കൊല്ലമേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോഴാണ് 24 കൊല്ലം, 22 കൊല്ലം, 23 കൊല്ലം, ഭയങ്കര 3 ഇരട്ടി വ്യത്യാസം വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഇടപെടലിന് 3 ഇരട്ടി വ്യത്യാസമാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. പഴയ കാല ശുശ്രൂഷകളും പുതിയ കാല ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് വല്ലാത്ത അപ്ഡേഷൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ദൈവസ്നേഹത്തോടെ, ദൈവപ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ അവൻ പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് ടൈം ഷോട്ട് ചെയ്യും. ടൈം ഷോട്ട് മാത്രമല്ല, ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്. വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. നമ്മുടെ കഴിവല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രസൻസ് ഫീൽ ചെയ്യും. ഉടമ്പടിയുടെ മറ്റെല്ലാ ഈ മേഖലകളെല്ലാം നമുക്ക് പ്രാർത്ഥനകളുടെ പൊതു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഉടമ്പടിയുടെ തനത് യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസാണ്. ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. 1-2 അല്ല, 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയറായിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ലായിരുന്നു അത്. അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ. അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരുവിടും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്: ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ
ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും നീ എടുക്ക് അപ്പോൾ താനെടുക്ക്, നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക് നീ എടുക്കുന്ന പറഞ്ഞാൽ കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കിയിട്ട് ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും നീ തന്നെ എടുക്കാൻ പറയും. എന്താണ് ഇയാൾക്കിടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പം അതുകൊണ്ട് വൈഫിൻ്റെ പേരിൽ കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്, നീ അധികം വിഷമൊന്നും ഇറക്കരുത്, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്? വൈഫ് ഉടമ്പടി എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും, അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയും പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ മാത്രം ലൂർദിൽ പോലും കാണത്തില്ല. 43,000 സാക്ഷ്യം റെക്കോർഡഡ് അല്ല അത്, അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല, ഇത് ഏറെക്കുറെ റെക്കോർഡഡാണ്, റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. നല്ല കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയമെടുത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമല്ലേ. അപ്പോൾ ഞാനവിടെ പോയി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി ഹൗ ടു സെറ്റ് എ മ്യൂസിയം, എങ്ങനെ മ്യൂസിയം. ഇപ്പോൾ ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിൽ വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നത് ഒരുമിച്ച് പാടുക, നിർത്തി പാടുക, എല്ലാവരും പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്. കൃപാസനത്തിന്റെ അമ്മേ, കൃപാസനത്തിന്റെ അമ്മേ, ആവേ 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 മരിയ, ലഭിച്ചിട്ടുണ്ട്. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ
അത്ഭുതകരം ഓരോ മകന്റെ പേരും ഓരോ മകളുടെ പേരും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുകുർബാന കടന്നു കിടത്താൻ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് യേശുനാമത്തിൽ മാറ്റപ്പെട്ടെ. ഈശോ ഈശോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവവേദനെ നീ ഞാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ, ജീവനോടെ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സുപ്രഭാതമാണ്. കയ്യടിക്കട്ടെ. ശ്രുതികട സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക. നിന്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ്. കണ്ണുകൾ അടക്ക് ദൈവവേദനെ. നിൻ്റെ ജപ്തി നടപടികൾ, നിൻ്റെ ജീവിതത്തിലെ നിന്നെ ഇന്ന് അലട്ടുന്ന, നീ എന്തിനു വേണ്ടിയാണ് കണ്ണീരോടെ ഇവിടെ വന്നത്? അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എന്തിനാണ്? നിൻ്റെ കണ്ണുനീര്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വേദനയാണ്, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണ്, അവർക്ക് ജോലിയില്ല, അവർക്ക് അവരുടെ വിവാഹം ഒത്തുവരുന്നില്ല, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, അവർക്ക് സമാധാനമില്ല, സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ഈ ഗ്രൗണ്ടിന് പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അടിപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവേ, ആ മക്കള് ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ, ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങൾ പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലാപ്പോടെ അന്തം മുട്ടി കർത്താവെ മൊഴി അങ്ങയുടെ ദിവസത്തിൻ്റെ കണ്ണീരോടെ നിൽക്കും. ഈശോ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ, കടരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടാം. ശ്രുതികട ഹല്ലേലൂയ. വരണമേ.
ഒരു മാലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് ദൈവ അനുഗ്രഹം തരുന്ന സന്ദേശമാണ്. ഒരു മാലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആദ്യം നിങ്ങളുടെ 2 കൈകൾ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ സ്വർഗത്തിന്റെ സാന്നിധ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ദൈവനാമേ നന്ദി ദൈവനാമേ എൻ്റെ പ്രിയമക്കളെ, ഇതിൻ്റെ സന്ദേശം, ഈ സന്ദേശത്തിൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ കണ്ണുനീരിൻ്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ 44 days. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 44 ദിവസം എന്നാണ് ഈശോ പറയണത്. ഈ ഇവിടുത്തെ അവസാനത്തെ സങ്കടം മാറാൻ, ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി, നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് 44 ദിവസം കുറിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും. കൈയടിക്കട്ടെ, ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്വസ്ത്ര ഗാനങ്ങൾ, ശ്രുതികട ഹല്ലേലൂയ, സ്വസ്ത്ര ഗാനങ്ങൾ പാടിപ്പുകഴ്ത്ത ശ്രുതികട ഹല്ലേലൂയ, സന്തോഷത്തോടെ, നന്ദിയോടെ, മഹത്വം മഹത്വം ശ്രുതികട ഹല്ലേലൂയ, സന്തോഷത്തോടെ ഇടിമുഴക്കം പോലെ കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ, നന്ദിയോടെ ദൈവം ഈ നിമിഷം പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സൗഖ്യം നൽകാൻ പോകുന്നു, സത്യം നൽകാൻ പോകുന്നു. കർത്താവ് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടിപ്പെടേണ്ട സമയമാണ്, വൈദാഖ സമയമാണ്. ദൈവസ്നേഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ കർത്താവ് നൽകിയത് ഒരു മാലാഖ നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകളും കൊണ്ട് നിങ്ങളെ ആശീർവദിക്കുന്നതാണ്. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളെ സന്ധിക്കുകയും, അത് ഡിവൈഡ് ഓഫ് യുവർ മെരിറ്റ്സ് ആൻഡ് ഡിമെരിറ്റ്സ്, അതാണ് ആ മെസ്സേജിൻ്റെ പോക്ക്. നിങ്ങളുടെ യോഗ്യതയും അയോഗ്യതയും നോക്കിയല്ല കർത്താവ് തൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞാൻ പറഞ്ഞു നിർത്തിയത് ആ ചേച്ചി ലിസി എന്ന് പറഞ്ഞ ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ്. ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ആ സെക്കൻഡിലെ വിഷയം എല്ലാം മാറി മറിയും. ഇപ്പോൾ ലിസി എൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂ നിന്നല്ലേ ആൾക്കാർ വരണം. ഒരാൾക്ക് 5 സെക്കൻഡാണ് കിട്ടണത് പ്രാർത്ഥിക്കാൻ, 5 or 10 കിട്ടും ചിലപ്പോൾ. ഇപ്പം ഞാനൊരു വിഷയം പറയും, ടോപ്പ് സീരിയസ് വിഷയം പറയാൻ പറയും. കാര്യം അത് ആ സമയത്ത് ടോപ്പ് സീരിയസ് എന്ന് പറയുമ്പോൾ വളരെ നിറഞ്ഞ അഭിഷേകം നിൽക്കുമ്പോൾ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതി.
ഇപ്പം ലിസി ഒരിക്കലും പറയാത്ത കാര്യം, പറയേണ്ടെന്ന് വിചാരിച്ച കാര്യം, മറന്നുപോയ കാര്യമാണ്. ജീവിതത്തിൽ അനുഭവിച്ച് ആ വിഷയം മറന്നുപോയി. അതൊരു കരിഞ്ഞ ഉണങ്ങി കരിഞ്ഞ വടി പോലെയാണ് അമേരിക്കൻ സ്വപ്നം. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ പറയണ, അച്ഛാ എനിക്ക് മക്കൾക്കും US പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ, ബ്ലെസ്സിങ്. അത്രേ ഉള്ളൂ. തീർന്ന് ആ വിഷയം തീർന്നു. ഇത് 18 കൊല്ലമായി ഇതിന് ട്രൈ ചെയ്യണത്. പിന്നെ അത് നടത്തി, അത് ആ വിഷയം മറന്നുപോയെന്ന്. അങ്ങനെ ഒരു വിഷയം തനിക്കുള്ള കാര്യം മറന്നുപോയി. അതാണ് കരിഞ്ഞ വടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്ലെസ്സിങ്ങോടുകൂടി പിറ്റേ ദിവസം ഇവരെന്ത് സംഭവിച്ചെന്നാൽ ആരോ ഇവരോട് പറയണ ഉള്ളിരുന്ന്. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രസൻസ് ആണ് കേട്ടോ. നോട്ട് ബൈ മിനിറ്റിൽ ഇത് വർക്ക് ചെയ്യും, ടൈം ഷോർട്ടറിങ് ഉണ്ടാകും, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാകും. എബവ് ഓൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രസൻസ്. ആരോ ഇവിടെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, നീ അമേരിക്കൻ എംബസിക്ക് എഴുതാൻ. അപ്പോൾ ഇവർ അമേരിക്കൻ എംബസിക്ക് എന്ത് എഴുതാനാണ്? എനിക്ക് വിസ തരണമെന്ന്. അവിടെ വിസ ആപ്ലിക്കേഷൻസ് കിടക്കണ എത്രയാണെന്ന് അറിയാമോ? ചിലപ്പോൾ 10-30 ലക്ഷം പേര് ലോകത്തിൽ നിന്ന് മുഴുവനുമായിട്ട് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നോർമൽ പ്രോസസ്സിൽ ഇവർക്ക് കിട്ടാൻ, നോർമൽ പ്രോസസ്സ് ഇവരത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് കിട്ടാൻ സാധ്യത 27-ലാണ്. ഇവരെന്താ എഴുതണത്? ഞാൻ ഈ രാജ്യത്ത് നിങ്ങളുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത്, പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ എനിക്ക് വിസ തന്നില്ല. അതാണ് ഇമെയിലിൽ അവർ എഴുതണത്. നിർഭാഗ്യവശാൽ. എന്താണ് കാര്യം? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല? രണ്ടാമത്തെ കാര്യം, അപ്പം ഇത് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിസ തരുന്നില്ല എന്നുള്ള ചോദ്യം വിസ തരാനുള്ള മെറിറ്റല്ല, അത് അവരെ പ്രകോപിപ്പിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. എന്താ എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഒരു സ്റ്റോറി സഞ്ചരിക്കണ വഴി കണ്ടില്ലേ? രണ്ടാമത്തെ വിഷയം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് US പഠിപ്പിക്കണം. അപ്പം അതും ഒരു വിസ ഇവർക്ക് കൊടുക്കാനുള്ള ന്യായമല്ല. കാനഡയിൽ നിന്ന് കുഞ്ഞിനെ വേണമെങ്കിൽ അവർക്ക് ട്രെയിനുണ്ട്, ട്രെയിനിൽ വിട്ട് ഞാനും കാനഡയുടെയും അമേരിക്കയുടെയും ബോർഡറിൽ പോയതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ നാടും അടുത്ത നാടുമായിട്ട് എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ ചാടി ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി അവിടെ പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ എന്നാലും ആൾക്കാർ ഏജൻസിനൊക്കെ ഇട്ട് ചില ഔദ്യോഗികമല്ലാത്ത രീതിയിലൊക്കെ ട്രാഫിക് അവിടെ നടക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നടക്കാറുണ്ട്. അതാണ് അവരങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് ട്രംപ് അവർ പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. അവരവർക്ക് കൈയും കാലൊക്കെ വെച്ച് കെട്ടി വിമാനത്തിൽ പാക്ക് ചെയ്ത് വിടാൻ നമുക്ക് കണ്ടില്ലേ? അതാണ് സംഭവം. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൂടെ അകത്ത് കിടക്കുന്ന ആൾക്കാരും ചെയ്യണത്. അപ്പോൾ അപ്പോൾ ഇവരോട് പറഞ്ഞു, നിൻ്റെ മകളെ അവിടെ പഠിപ്പിക്കണമെന്ന് ഇവർ പറയണത്. അവളിപ്പോൾ 12 വയസ്സായി, അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഇതുകൊണ്ട് ഞാനിത് വേണ്ടി ട്രെയിനാണ്. 18 കൊല്ലമായിട്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ഏത് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവർ കെയർലെസ് ആയിട്ട് അവർക്ക് കേട്ട പ്രകോപനം തോന്നുന്ന രീതിയിലും സമാധാനം, അവർക്കതേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എഴുതുന്ന സാധനം നെഗറ്റീവാണ് എഴുതുന്നത്, നിൻ്റെ എഴുതുന്നതിന്. പക്ഷേ അമ്മ ഈ സാധനം എഴുതി വിട്ട് കഴിയുമ്പോൾ നമ്മൾ എഴുതുന്നത് നെഗറ്റീവാണെങ്കിലും ത്രൂ മേരിയാണിത് പോണത്. അത് അമ്മ അത് പോസിറ്റീവാക്കി കളയും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയണത്, ഇവരിങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞ 2 കാര്യവും ഉടമ്പടി നയങ്ങളാണ്. ഇവർക്ക് വിസ കൊടുക്കാൻ പറ്റിയ ന്യായങ്ങളല്ല. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എംബസിയിൽ നിന്ന് ഇവർക്കൊരു ഇമെയിൽ വരും, നിങ്ങളുടെ വിസ ഇപ്പോൾ പ്രോസസ്സിങ് ആയെന്ന്. നമ്മൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും. പക്ഷേ ഞെട്ടേണ്ട കാര്യമില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ടൈം ഷോർട്ടറിങ് എന്നാണ്. 18 കൊല്ലമാണ് വെറും 18 മിനിറ്റായിട്ട് ഷോർട്ട് ചെയ്യണത്. അതാണ് നോട്ട് ബൈ മെറിറ്റ്. ഇവർക്കൊരു മെറിറ്റുമില്ല. മകളെ പഠിപ്പിക്കണം എന്നുള്ളത് മെറിറ്റാണോ? അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ വിസ ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഡീമെറിറ്റാണ്. നമ്മൾ വിസ പ്രോസസ്സിങ്ങിനൊക്കെ വിസയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡീമെറിറ്റ് എന്ന് പറയണത്. അപ്പോൾ എന്താ പ്രശ്നം? എവിടെ എനിക്ക് ഫ്രാൻസിലെ വിസ പണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് മറുപടി പറയണം, എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ വിസ റിജക്റ്റ് ചെയ്തതെന്ന് പറയണം.
അത് ന്യായമായിട്ട് അവർക്ക് തോന്നിയില്ലെങ്കിൽ ഈ വിസ അവർ നമുക്ക് തരത്തില്ല. അത് ന്യായം. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇവരോട് ഇവർ പറഞ്ഞിരിക്കണമെല്ലാം നെഗറ്റീവാണ്, മെരിറ്റല്ലെങ്കിലും അമ്മ ത്രൂ മേരി ഇത് വിടുമ്പോൾ റെക്ടിഫൈ ചെയ്തേ വിടത്തുള്ളൂ. ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം തിരുത്തി പ്രസൻറ്റബിൾ ആക്കിയത്. അമ്മ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല. ഞാൻ അമ്മയെ നേരെ കണ്ടാളെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷേ ഇതിലൊക്കെ അമ്മ ആരാണെന്ന് പിടിയിട്ടില്ല. അത്രയ്ക്ക് വേറെ വിഷയമാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യും നമ്മുടെ കത്തുകൾ. പ്രസൻസിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഏത് സ്പെല്ലിങ്ങാണ്, ഏത് സെൻറ്റൻസാണ് എഴുതേണ്ടത്, എന്നിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രസൻറ്റബിൾ ആക്കും. അവർക്ക് ഇവരുടെ ഇത് വായിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എടുത്ത് പ്രോസസ്സിന് കൊടുത്തു, ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിലേക്ക് കൊടുത്തു. പിന്നെ പെട്ടെന്നാണ് ഇവർക്ക് മെഡിക്കൽ കെയർ നടക്കണത്, ഇൻ്റർവ്യൂ നടക്കണത്, അതിനുശേഷം മെഡിക്കൽ നടക്കും. പെട്ടെന്നല്ല അത് അതായത് 3-4 കൊല്ലം എടുത്ത് 2-3 കൊല്ലമൊക്കെ എടുത്ത് നടത്തേണ്ട പ്രോസസ്സെല്ലാം ഒരാഴ്ച മെഡിക്കൽ, ഒരാഴ്ച ഇൻ്റർവ്യൂ, അടുത്ത ആഴ്ച മെഡിക്കൽ, പെട്ടെന്നാണത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. സമയമായില്ലെന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ടൈം ആകാത്ത സമയം ചുരുങ്ങി വരും. അതാണ് ടൈം ഷോർട്ടനിങ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിങ്, എന്നുവെച്ചാൽ വലിയ ഭാരമുള്ള നടക്കാത്ത കാര്യം, 18 കൊല്ലം നടക്കാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തൂവൽ പോലെ നടക്കും, ലൈറ്റ് വെയ്റ്റിങ് ആയിട്ട് നടക്കും. ഇതല്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയും നമ്മൾ ലൈറ്റ് വെയ്റ്റിങ് ആയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് എപ്പോഴും നമ്മൾ ഉടമ്പടി എന്നുവെച്ചാൽ ഭാരച്ചുരുക്കത്തിൽ ചെയ്യണം. ഭാരച്ചുരുക്കത്തിൽ ഉടമ്പടി ഭാരച്ചുരുക്കം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതും ഭാരച്ചുരുക്കത്തിൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഭാരച്ചുരുക്കത്തിൽ ചെയ്യണത്? ഞാൻ പത്രം കൊടുത്താൽ അവരും അല്ല എന്നെ തന്തക്ക് വിളിക്കുക, അയ്യോ എന്നാൽ അവർക്ക് കൊടുക്കണ്ടേ, ഇവർക്ക് കൊടുത്തേക്കാം. അതാണ് ഭാരം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിലക്കും പണി കിട്ടണമെന്ന് വെച്ചാൽ പണി ഇരന്ന് മേടിക്കണതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കിടന്ന് മോങ്ങണതാണ്. ഇത് ദൈവസ്നേഹമുള്ളവനാണെങ്കിൽ അവൻ ആരാണ്? ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നണം. അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പാർട്ടി സെക്രട്ടറി ആണെന്നല്ല തോന്നേണ്ടത്. അവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമി വീണിട്ട് 2000 കൊല്ലമായി, ഇന്ന് വരെ വീണ്ടെടുക്കപ്പെടാത്തൊരു വ്യക്തിയാണത്. എൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് അവൻ. കൈയടിക്കട്ടെ, ശ്രുതികട. ജീവകാലമെല്ലാം പുതുകാലത്താ അതുകൊണ്ട് സ്തുതിച്ചിരുന്നേ. എന്റെ ജീവകാലമെല്ലാം പുതുകാലത്താ അതുകൊണ്ട് സ്തുതിച്ചിരുന്നേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുന്നേ. ഇല്ലാതാകും എൻ ജീവിതത്തിൽ സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുന്നേ. അപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയണത് മഹാഭാരം പിടിക്കുന്ന ഒരു സംഭവങ്ങളെ ഈസി ആയിട്ട് ഭാരച്ചുരുക്കം സംഭവിക്കും. പക്ഷേ ഉടമ്പടി ഭാരച്ചുരുക്കം സംഭവിക്കണമെങ്കിൽ എന്തിനാണെന്നാണ് പറയണത്? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. അതാണ് വിഷയം. ഭാരച്ചുരുക്കം സംഭവിക്കും, ഭാരം ലഘുവായിട്ട് തോന്നും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി ഭാരച്ചുരുക്കത്തോടെ ചെയ്യണം. കാര്യം ഇതിനകത്ത് ഭാരം നിങ്ങൾക്കുണ്ടാക്കാവുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. എന്താണത്? ഏറ്റവും ടോപ്പ് 50% മാർക്ക് കവർ ചെയ്യണത് ഈ ഇവാഞ്ചലൈസേഷനെയാണ്. എന്താണ്? ഈശ്വരനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നത്. അതെന്താ അറിയിക്കണത്? പത്രത്തിലൂടെയാണ് അറിയിക്കണത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ പറയണത് ആൾക്കാർക്ക് വേണ്ടി പൊതിച്ചോറ് കൊടുക്കണതല്ല, പൊതിച്ചോറിൻ്റെ സുവിശേഷമല്ല. അതിനൊക്കെ 5 മാർക്കാണുള്ളത്. അല്ലെങ്കിൽ കൂടി 10 മാർക്ക് കിട്ടും. 50 മാർക്ക് വെച്ചിരിക്കണത് എന്തിനാണെന്ന് അറിയാമോ? പത്രത്തിൻ്റെ സുവിശേഷ വിലക്കാണ്. എന്താണ്? അത് പാടാണ്. മഴയത്ത് കൊടുക്കണം. അത് ചിലപ്പോൾ ഇന്ന് മഴയല്ല, മഴ മാറട്ടെ. എടി മകളെ, ഈ ദിവസങ്ങളിൽ മഴയാണല്ലേ എല്ലായിടത്തും. ഇല്ലമ്മ നാളെ മാറും, എന്നാൽ നാളെ കൊടുക്കാൻ പത്രം. ഭാരമായി. മഴയെങ്കിൽ മഴ.
സമയത്തും അസമയത്തും സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്വസ്ത്രഗാനങ്ങൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. സ്തുതിഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളും എൻ ജീവിതത്തിൽ. സ്തുതിഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളും എൻ ജീവിതത്തിൽ. നിന്റെ ദയയെ കാത്തുകൊണ്ടതാ, നിന്റെ ദയയെ കാത്തുകൊണ്ടതാ. എന്നെ അകരം നിന്നെ കീർത്തിക്കുമേ, എന്നെ അകരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുകാലത്താ അതുല്യനാമേ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുകാലത്താ അതുല്യനാമേ സ്തുതിച്ചിടുമേ. സ്തുതിഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളും എൻ ജീവിതത്തിൽ. 2 തിമോത്തി 4:2 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. പറഞ്ഞ വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. ജാഗരൂകതയോടെ വർത്തിക്കുക. അതാ വിഷയം വെച്ചാൽ കർത്താവിനെ കൈമാറുന്നതിന് സമയവും കാലം നോക്കരുത്. നിങ്ങളുടെ സൗകര്യം ചിലപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റിസൾട്ട് വരണത് ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ കർത്താവിനെ കൈമാറുമ്പോഴാണ്. പണ്ട് 6-ാം തിരുമുറിവിൻ്റെ കാലത്തെ ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇന്നലെ ഞാൻ വേറെ ഒരു രാജ്യത്തായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് സുവിശേഷം വേറെ ചെയ്തോട്ട് ഇന്ന് പോകണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 86 കർത്താവ് മോശപ്പെട്ട ജീവിതക്കാരാണെന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ കർത്താവിനെക്കുറിച്ച് ഒരു നാടകം എഴുതി. അത് നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേരളം മുഴുവനും ഇളകിയപ്പോൾ അന്ന് ഇവിടുത്തെ പുരോഗമന സാഹിത്യകാരന്മാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില പിന്തിരിപ്പന്മാരും നാടകത്തിന് അനുകൂലമായി. അതിലൊരു നാടകം നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വാസം പോകുമോ? വിശ്വാസം പോകണമല്ല പ്രശ്നം. എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ, എൻ്റെ ഈശോനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവസ്നേഹമുള്ളവർക്ക് ഫീൽ ചെയ്യും, അല്ലേ? തീർച്ചയല്ലേ? ഇപ്പം ഞാൻ പള്ളി വിളിച്ച് പറഞ്ഞ് ഇന്ന് നമുക്കൊരു പരിഹാര പ്രകടനം അറിയാം. മനുഷ്യൻ ചെയ്ത് കൂട്ടുന്ന പാപത്തിന് പരിഹാരമായിട്ട് ഒരു പരിഹാര പ്രചരണം നടത്തണം. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇപ്പം ഞാൻ നടത്തുപള്ളി ഇരിക്കണമെന്ന്, ഇപ്പോൾ ഇടവപ്പള്ളിയിൽ നിന്ന് ഞാൻ വൈകുന്നേരം 3 മണിക്ക് വരും എന്ന് വരുമ്പോൾ നിങ്ങളും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ ആൾക്കാർ വരണതാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ 4-5 വലിയമ്മമാരേ ഉള്ളൂ. പരിഹാരപ്രദം എന്താ പ്രശ്നത്തിൽ ഇതിന് എതിർപക്ഷത്തിലുള്ള പാർട്ടിക്കാർ എല്ലാ വീടുകളിലും നേരെ ഇറങ്ങി പറയും, ബിഷപ്പുമാർ വരെ നാടകത്തിന് അനുകൂലമാണ്, നിങ്ങൾക്ക് തിരക്ക് വല്ല കാച്ചിലും ഉണ്ടാ, വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല ചോദിച്ച്. അച്ഛനൊക്കെ അങ്ങനെ അഭ്യാസം കാണിക്കാനൊക്കെ ഇറങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നെഗറ്റീവ് അടിച്ച് ഇവരൊരു ആരും വന്നില്ല. ചന്ത സ്ഥലത്ത് വരണ്ടേ, കുരിശും കൊണ്ട് വരണം. ചന്തയിലാണ് നടത്തണം ഈ സംഭവം. കുരിശും കൊണ്ട് അവിടെ നിന്ന് 2.5 കിലോമീറ്റർ 2.5 മൈൽ നടക്കണം ഈ കുരിശും പിടിച്ച്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ വലിയൊരു കുരിശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടവപ്പള്ളിയിൽ നിന്ന് നടത്തുപള്ളിയോട്ട് ചന്ത വരുമ്പോൾ ആട് കിടന്ന പട്ടി കൂടെയില്ല, ഒരു മനുഷ്യയില്ല. 4-5 വല്യമ്മമാരുണ്ട്. ഈ വല്യമ്മമാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെയിലത്ത് മിക്കവാറും വീഴുകയാണ്. പക്ഷെ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് വേറെ ദിവസം നടത്താമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നില്ല. ഞാൻ ആ കുരിശെടുത്തിട്ട് ഈ 6 വല്യമ്മമാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി 4-5 കിലോമീറ്റർ ഈ പരിഹാര പ്രസംഗം നടത്തി. അപ്പം കർത്താവിന് മനസ്സിലായി ഇത് കുറഞ്ഞ പുള്ളിയല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്ന് മനസ്സിലായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പ്രശ്നം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബോംബ് നേരത്തെ പൊട്ടിച്ച് പരീക്ഷിച്ചിട്ടുള്ള ആളായിരിക്കും. അത് ആ സമയത്ത് ഇതുപോലെ 5-6 വല്യന്മാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി കുരിശ് ബല്ലെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അന്നത്തെ കാലത്ത് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എങ്കിലും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൊരു സാധനമുണ്ട്, അത് നിങ്ങൾ ഓർത്തേക്കണം.
കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് 3 തരത്തിലാണ്, ഇപ്പോൾ ഉടമ്പടിയിലുള്ള ദൈവത്തെ 3 തരത്തിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണത്. ഫെയ്ത്തിനെ, വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് 3 തരത്തിലാണ്. നിങ്ങളെന്താ ഗതികെട്ടിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു തരം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. വിശ്വാസം എക്സ്പ്രസ് ചെയ്യണത് എന്താണ്? പ്രാർത്ഥന. രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. പിടിയിട്ടില്ലേ? ഉടമ്പടിയിൽ എല്ലായിടത്തും ഉള്ളത് പ്രാർത്ഥനയാണ്. എന്താ പ്രശ്നം? പ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം? വെറുതെ മുറി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേട്ടതില്ല. വലിയ മുതൽ മുടക്കില്ല, കഷ്ടപ്പാടില്ല. മഴയാണെന്നുണ്ടെങ്കിൽ അകത്തോട് കുതിരുന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിന് എന്ത് മെച്ചം, നമുക്കെന്ത് മെച്ചം? ഒരു മെച്ചവുമില്ല. പ്രാർത്ഥിച്ചെന്നൊരു സമാധാനം, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പം നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലം. നിങ്ങളെന്താ, നിങ്ങളുടെ മുതൽ മുടക്ക് എന്താ? യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ലോകത്ത് മുഴുവനും മനുഷ്യൻ്റെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ ദൈവത്തിന്? ഉണ്ടാകട്ടെ എന്നും പറഞ്ഞല്ലേ ഈ ലോകം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാപങ്ങൾ മാറട്ടെ എന്ന് പറയുമ്പോൾ മാറാനല്ലേ ഉള്ളൂ. പക്ഷെ മാറാതെ അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാർദ്ദം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. കണ്ട, അതാണ് ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഏറ്റുപറച്ചിലൊരു വിഷയമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് അതായത് നമ്മുടെ അഭിമാനം, നമ്മുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പാടാണ്. മറ്റേതെല്ലാം കള്ളപ്രാർത്ഥനക്കാരാണ്. കരണക്ക് എന്താ 300 പ്രാവശ്യം ചൊല്ലി എന്താ നഷ്ടം? വീട്ടിൽ കുത്തിരുന്ന് ചെല്ലാൻ പോരെ, 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് ചെല്ലാൻ പോരെ. എന്താ കുഴപ്പം? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താ കാര്യം? മുതൽ മുടക്കില്ല. ആകപ്പാടെ മുതൽ മുടക്കെന്ന് പറയണത് ഇത്തിരി ഉറക്കം നിൽക്കണം എന്നുള്ള മുതൽ മുടക്കേ ഉള്ളൂ. അത് ഈ പണ്ടായിരത്തി ഉറക്കം ഇല്ലല്ല, പ്രഷറൊക്കെ അടിച്ചിട്ടും ഉറക്കമില്ല, നടക്കില്ല. അപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ കൊന്തയിലേക്ക് കൊടുക്കുകയാണ്. പല പരിപാടിയല്ലേ. ദൈവത്തിന് എന്താ മെച്ചം? പല ആൾക്കാരും രാത്രി പ്രാർത്ഥനക്കാരുടെ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് വലിയ ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പരിപാടിയാണ് കയ്യിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. ദൈവത്തിന് സന്നിധി നമുക്ക് ദൈവത്തിന് തോന്നണം നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നണം. അതിനെന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 10:32. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, കംപ്ലീറ്റ് ഏറ്റുപറച്ചിലാണ് അതിൻ്റെ അകത്ത്. കാര്യം എന്താണ്? അവസാനം ഏറ്റുപറയേണ്ടത് എവിടെയാണ്? അവസാനം ഒരു മനുഷ്യൻ പഠിച്ച് എന്നാൽ അവസാനം കിട്ടേണ്ടത് എന്താണ്? ഒരു PhD ആണ്. അതുപോലെ ഒരു മനുഷ്യൻ ഏറ്റുപറഞ്ഞാൽ അവസാനം ഏറ്റുപറയേണ്ടത് എവിടെയാണ്? പിതാവിൻ്റെ അടുത്താണ് ഏറ്റുപറയേണ്ടത്. ഈ ഭൂമിയിൽ എല്ലായിടത്തും ഏറ്റുപറഞ്ഞാലും ശരി, പിതാവിൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗോപി വരക്കേണ്ടി വരും. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ എന്ത് പറ്റും? ജീവിതത്തിൻ്റെ ഓഫീസിലും വീട്ടിലും വിസ പ്രോസസ്സിംഗ് എംബസിലും എല്ലാം നിങ്ങൾ ഏറ്റുപറയും. ഒടുവിൽ ഞാൻ പിതാവിൻ്റെ അടുത്ത് ഏറ്റുപറയും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രഖ്യാപിക്കാൻ എന്ത് വേണം? വീട്ടിലിരുന്ന് കയറി പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതെന്ത് വേണം? 10 മനുഷ്യർ വേണം. പ്രാർത്ഥനയ്ക്ക് മനുഷ്യരാവശ്യമില്ല. വീട്ടിൽ കുതിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് കഥ കടച്ച് പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ നമ്മളെ മുടക്ക് മുതൽ കുറവായിരിക്കും ഈ വിഷയത്തിന്.
പക്ഷെ 10 പത്രം ഈ മഴയത്ത് കൊണ്ട് നടന്ന് ഓരോരുത്തരും ഏൽപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ പലപ്പോൾ ആൾക്കാരും പറയും, ഞങ്ങൾ ഒരു കെട്ട് പത്രം എടുക്കാൻ പറയുമ്പോൾ 18 പേരെ കണ്ടെത്തണം. കിട്ടുമായിരിക്കും അല്ലേ? വല്ല തന്തക്കും വിളിക്കുക അവർ. ഇതും പറഞ്ഞുകൊണ്ട് ഇതും പെരുക്കിയാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു ജന്മം ഇവിടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേറെ ആൾക്കാരുണ്ടെന്ന് ഓർത്തേക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തലക്ക് പിടിച്ച വ്യക്തികളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അതിന് ഈശോയെ ആൾക്കാർക്ക് കൈമാറണം. അങ്ങനെ തോന്നിയാൽ, ദൈവത്തിന് അങ്ങനെ തോന്നിയാൽ പിന്നെ ദൈവം ഒരിക്കൽ നിന്നെ അടയാളപ്പെടുത്തും. രജിസ്റ്റർ ചെയ്യും നിന്നെ. കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെഴുതി ചേർക്കുമെന്ന് പറഞ്ഞാൽ മോശസ്സല്ലേ പറഞ്ഞത്, നിൻ്റെ പുസ്തകത്തിലും എൻ്റെ പേര് മായ്ച്ചു കളയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതല്ല. എന്നാലും കർത്താവ് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ കർത്താവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്രധാനപ്പരാകുമ്പോൾ കർത്താവ് അത് കേൾക്കാൻ മോശസിന് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ തോന്നിവാസം നിന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത്. അത്രയും ദൈവസ്നേഹമാണ് ആ മനുഷ്യനെ. എൻ്റെ മക്കളെ, ഉടമ്പടിയിൽ വിഷയസ്നേഹമല്ല വേണ്ടത്, ദൈവസ്നേഹമാണ് വേണ്ടത്. എൻ്റെ ജന്മം ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞേ. എൻ്റെ ജന്മം, എൻ്റെ ജീവിതം ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ. ശിരയോടെ പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തോടെ ജീവിക്കുവാൻ, സ്നേഹത്തോടെ സാക്ഷികളാകുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമേ നന്ദി, ദൈവനാമേ മഹത്വം. കാര്യങ്ങൾ ചില സമയത്ത് പ്രഥമ ദൃഷ്ടിയ മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങരുത്. പറഞ്ഞ മനസ്സിലായല്ലേ? ഉടമ്പടി ഉപദേശങ്ങളാണ്. എന്തൊക്കെയാണ്? കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങി. രണ്ടാണ്. കാര്യങ്ങൾ ചിലപ്പോൾ മോശമായിട്ട് നീങ്ങുക. ഇപ്പം ഞാൻ ബെർഗിംഹാവിലെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അവിടെ ധ്യാനം. അപ്പോൾ ഈ ബെർഗിംഹാവിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്ന് എന്നെ കണ്ടു. അവർ ട്രിവാൻഡ്രംകാരത്തിയ കൊല്ലക്കാരത്തിയാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം തീർന്നിരിക്കുകയാണ്, 60 ലക്ഷം രൂപയാണ് കടം. 60 ലക്ഷം രൂപയാണ് കടം എൻ്റെ.
ഇപ്പം എൻ്റെ വിസ തീരാനായി, ഇനി അത് പുതുക്കത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ കുറേ എടുത്ത്, 18 ഇൻ്റർവ്യൂ എടുത്ത്, ഒറ്റ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെക്കും. അപ്പോൾ എൻ്റെ വിസ തീർന്നാൽ പിന്നെ ഞാൻ സറണ്ടർ ചെയ്താൽ ഒന്നേ അകത്ത് പോകും, അല്ലെങ്കിൽ കള്ള വിസ, അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കണം. അതൊക്കെ നടക്കത്തില്ല. ആരും ഓൺ ചെയ്യത്തില്ല. ക്രിമിനൽ കുറ്റമാണ് ഇപ്പം മൊത്തം. ഇപ്പം അഭയാർത്ഥി പ്രോബ്ലം ഉള്ള കാരണം എല്ലാവരും വിസ ഇല്ലാത്ത എല്ലാവരും അഭയാർത്ഥികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാർഡില്ല. പിന്നെ അതോട് അഭയാർത്ഥികളായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റൈറ്റെല്ലാം, പേഴ്സൻ്റെ റൈറ്റെല്ലാം പോകും. മക്കളൊക്കെ പഠിപ്പിക്കും അവർ. അത് കുറച്ച് കഴിയുമ്പോൾ നിയമങ്ങളൊക്കെ മാറുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ അവളെ പ്രാർത്ഥിച്ചു വിട്ട്. പക്ഷേ ഞാൻ അതിന് 3 കിലോ, പിന്നീട് അടുത്ത ധ്യാനം അടുത്ത ദിവസം വരണത് വേറെ ഒരു സ്ഥലത്താണ്. ഒരു 10-50 കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് ചെയ്താൽ 3.5 മണിക്കൂർ 4 മണിക്കൂർ എടുത്താൽ ആ സ്ഥലത്തെത്താൻ പറ്റത്തുള്ളൂ. അതാണ് സെയിൽഫോർഡ് എന്ന് പറയണത്. സെയിൽഫോർഡ് ചെന്നപ്പോൾ അവിടെ ഇവർ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം രോഗികളെ മാത്രം കണ്ട വേറൊരു സ്ഥലമുണ്ട്. അതിനകത്ത് രോഗികളെ മാത്രം കാണും. അതായത് ക്യാൻസർ രോഗികളെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങളുള്ള എല്ലാവരും കാണുന്നവരിന് വേറൊരു പള്ളിയെടുത്ത് അവിടുത്തെ ഒരു തോമസ് ബ്രദർ എന്ന് പറഞ്ഞ റാണി സിസ്റ്റർ, പിന്നെ എയ്ഡൻ, അങ്ങനെ കുറേ ലിസ്റ്റ് ചേച്ചി, അങ്ങനെ കുറേ അഗസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ കുറേ നല്ല പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ആ സങ്കടമെല്ലാം അവരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ട് ഈ രോഗികളെ കൊണ്ടുവരാനും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാനും ഒക്കെ നിൽക്കണേ ഇവരാണ്. ഞാനെടുത്ത് ഇവർ തീരെ നിൽക്കണേ. അവരുടെ ജീവിതം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോധം കേടുണ്ടാകും. 2 കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. ഇവർക്ക് മാത്രമേ വിസ ഉള്ളൂ. ഇവരുടെ കെയറിലാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. പോകുമ്പോൾ ഒരു നാട്ടിൽ ചെന്നാൽ 60 ലക്ഷം രൂപ കടവാണ്. അപ്പോൾ എന്നിട്ടും ഇവർ ശുശ്രൂഷ ചെയ്യണേ. എന്താണ്, രോഗികളെയൊക്കെ കൊണ്ടുവന്ന് അച്ഛനടുത്ത് കാണിക്കുകയും അവരെ ചിട്ടപ്പെടുത്തി വെക്കുകയും ഒരാളെ കഴിയുമ്പോൾ വേറെ ആളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയും. ഇവർ ഇത്രയും തീയിലും ആണ് അവർ നിൽക്കണമെങ്കിലും സ്മാർട്ടായിട്ടാണ് അവർ ജോലി ചെയ്യണത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൂസിയാസമായി. ഇപ്പം ഞാൻ മനസ്സിൽ ദൈവമേ അതിങ്ങടെ. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാനും തോമസ് ബ്രദറും നമ്മുടെ പിതാവുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, നമ്മുടെ കണ്ണൂർ രൂപതയിലെ അലക്സ് പിതാവായിരുന്നു കുർബാന എഴുതിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും. പിതാവ് ടോക്കിങ് ചെയ്തായിരുന്നു. പിതാവ് നമ്മുടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഒരു രാത്രി മുഴുവനും എൻ്റെ മുറിയിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിതാവ് ഈ പവർ പോയിൻറ്റിലാണ് ഉടമ്പടി ചെയ്തത്. ഭയങ്കര രസമാണ് പിതാവ് ചെയ്തത്. കണ്ണൂരത്തെ പിതാവ്, കണ്ണൂർക്കാരൊക്കെ ഇവിടെ ഇല്ലേ, കേൾക്കണ്ട, നിങ്ങളുടെ പിതാവ് ഇപ്പോൾ ഉടമ്പടിയുടെ ധ്യാന ഗുരുവായിട്ടിരിക്കുക. അപ്പോൾ പിതാവും ഞങ്ങൾ തമ്മിൽ ഈ കൊച്ചിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു, അവളുടെ കാര്യം മഹാമോശമാണ്, അവൾ വീണ് പോയാൽ നമുക്ക് അവരെ താങ്ങേണ്ടി വരും. അപ്പോൾ പിതാവ് പറയും നമ്മളെങ്ങനെ സഹായിക്കും? അപ്പോൾ തോമസ് ബ്രദർ പറയാം, നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണം, അവൾക്കൊരു ജോലി എങ്ങനെ കണ്ടെത്തണവരെ അവളെ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷെ നമുക്ക് സഹായിക്കേണ്ടി വന്നില്ല. അവൾ രോഗികളുടെ ശുശ്രൂഷ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഗവൺമെൻറ് ജോലിക്ക് കൊടുത്തു. അപ്പോൾ നോക്കിയേ, നമ്മൾ സത്യസന്ധരായാൽ മതി, വേറെ പ്രശ്നം. നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എൻ്റെ കാര്യം നോക്കിയില്ല, എൻ്റെ ജീവിതം തീർന്നു പറഞ്ഞുകൊണ്ട് ഈ ഒടിഞ്ഞു മുടങ്ങി വീട്ടിൽ കുത്തിയിരിക്കും. അത് കാരണം ദൈവം എന്തെങ്കിലും ആദ്യം അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തിനെ സഹായിക്കാവും. നീ ദൈവത്തെ സഹായിച്ചത് എന്തിനാണ്? അതല്ല, വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ അടിയറ വെക്കത്തില്ല. അവൻ അവസാന നിമിഷം വരെ കർത്താവിന് വേണ്ടി ജീവിക്കും. അതൊക്കെയാണ് നമ്മൾ ഉടമ്പടി കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളെന്ന് പറയുന്നത്. അവർ വിശുദ്ധരെക്കാളും ഉന്നതമായ ചില വ്യക്തികളാണ്. വിശുദ്ധരേക്കാളും ജീവിത പ്രതിസന്ധികളിൽ അവർ പച്ചയായ ഈ കാലത്തെ ജീവിതത്തിലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന മുന്നേറ്റം നമ്മൾ അത്ഭുതപ്പെടുത്തും. ദൈവം അതെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട്. ആ ഗവൺമെൻറ് ജോലി കിട്ടിയിരിക്കണേ, പ്രൈവറ്റ് ജോലിയല്ല, അത് പോത്തുമില്ല. ഭയങ്കര ആനുകൂല്യങ്ങളോട് കൂടിയാണ് ദൈവം അവളെ അവസാന നിമിഷം വിസ എക്സ്പയർ ആകുന്നതിന് 24 മണിക്കൂർ മുമ്പ് കർത്താവ് അവളെ കോരിയെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് കർത്താവ്. നിങ്ങൾ ഉടമ്പടി ഈശോനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളൊരു പോക്ക് ജന്മമാണ്, ഓർത്തേക്കണം. കാരണം അതിനേക്കാൾ വലിയൊരു സംഭവം ഇനി ഇല്ല.
നിങ്ങൾ ഉടമ്പടിയും നിങ്ങളത് വൃത്തിയും മേനയായിട്ട് ചെയ്ത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവം. അപ്പം അതിനോട് അർത്ഥവത്തായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ട് സത്യസന്ധമായ സാക്ഷികളായി മാറണം. പ്രാർത്ഥിച്ചേ, കർത്താവേ അർത്ഥവത്തായി അങ്ങയെ കണ്ടെത്തി ജീവിച്ച് സത്യസന്ധമായി സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. എഴുന്നേൽക്കുക. അവസാന സമർപ്പണ പ്രാർത്ഥനയെ സ്തുതിപ്പുവാണ്. അച്ഛൻ നിങ്ങളുടെ രോഗങ്ങൾ, കലരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജപ്തി നടപടികൾ, വിസ നടക്കാത്ത വിഷയങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, അത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. And authority Catholic Church with the power of Jesus Christ, with the merit of some holy priesthood, I bless the Holy. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ. ഈശോ കർത്താവ്, ഓരോ മകനും മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിസ പ്രോത്സാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, സങ്കടങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ ദിവസത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒക്ടോബർ 25 നമ്മുടെ മരിയൻ ജപമാല റാലി ഇവിടെ നിന്ന് അർത്തങ്ങപ്പള്ളിയിലേക്ക്. രാവിലെ 6 മണിക്ക് ജപമാല റാലി ആരംഭിക്കാം. അപ്പം നിങ്ങളുടെ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ വിഷയങ്ങളെല്ലാം അറിയിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ കൃപാസനത്തിൽ വരുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഓൺലൈൻ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാലിക്ക് വേണ്ടിയുള്ള ഓരോരോ രാജ്യങ്ങളിലുള്ളവരും ഓരോ ജില്ലകളിലുമുള്ളവർ അവർക്ക് പരസ്പരം അറിയാവുന്നവർ തമ്മിൽ കൂടിയിട്ട് റാലിയുടെ വിജയത്തിനായിട്ടും സുരക്ഷിതത്തിനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അതിന് പ്രത്യേക ദിവസം ഫിക്സ് ചെയ്ത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് അങ്ങനെ ഒരു അഡ്മിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്മിനിലെ കൃപാസനം കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ വായ്പ ചോദിക്കുകയൊന്നും ചെയ്യരുത്. കഴിഞ്ഞ കൊല്ലം കുറേ ഫ്രോഡുകൾ കൃപാസനം വാട്സപ്പിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അത് അങ്ങനെ അവർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ കൃപാസനം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തവർ എൻ്റെ അത് കയറി. അപ്പം അങ്ങനെയുള്ളതൊന്നും സംഭവിക്കരുത്. നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് ഒരു ഉടമ്പടി പുതുക്കിയവർ 3 പ്രാവശ്യമെങ്കിലും പുതുക്കിയവരാണ് അഡ്മിനാകേണ്ടത്. അവരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഉടമ്പടി 3 പ്രാവശ്യങ്ങളും പുതുക്കിയവർ അഡ്മിനായിക്കൊണ്ട് വാട്സപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അഡ്മിൻ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പർ, ജനറൽ മാനേജറിൻ്റെ നമ്പർ 79 07 622 497. അപ്പോൾ ഒരു ഉടമ്പടി 3 പ്രാവശ്യങ്ങളും പുതുക്കിയവർ അഡ്മിനായിക്കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഉടമ്പടി എടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പേ ഉണ്ടാകാവൂ. എടുക്കാത്തതിൻ്റെ അകത്ത് കയറ്റരുത്, അവർക്കറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അഡ്മിന്
ഇപ്പം പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടായ്മ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നമ്പർ, അഡ്മിൻ്റെ നമ്പർ ജനറൽ മാനേജർ കൊടുക്കണമെന്ന് പറയണത്. ആ കൂട്ടായ്മ അഡ്മിന്മാരെ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. അഡ്മിൻ്റെ ഒരു സഹായിയെ കൂടി വിളിക്കും. അപ്പം അങ്ങനെ ഈ ദിവസങ്ങളിൽ ഈ ആഗസ്റ്റ് മാസം തന്നെ അത് വിളിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ജാഗ്രത വേണം. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പാതയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 25 ജവമാന റാലി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബാക്കി വിഷയങ്ങൾ, ഓരോരുത്തരുടെയും സങ്കട വിഷയങ്ങൾ മൗനമായി ദിവ്യകാരുണ്യ തിരുസേനയും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണിത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ